Good morning to all. Illustration 3, page number 12. Question നമുക്ക് നോക്കാം. Following information is presented to you as on 31st March 2019. 31st March 2019 ഒരു ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. എച്ച് ലിമിറ്റഡും എസ് ലിമിറ്റഡും രണ്ട് കമ്പനീസിൻ്റെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. സോ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഷെയർ ക്യാപിറ്റൽ 100 രൂപയുടെ ഷെയറാണ്. എച്ച് ലിമിറ്റഡിൽ 5 ലക്ഷം ഷെയർ ക്യാപിറ്റൽ, എസ് ലിമിറ്റഡിൽ 2 ലക്ഷം. ദാറ്റ് മീൻസ് എന്താണ്? 5000 ഷെയറും 2000 ഷെയർ. സോ റിസർവ് ആൻഡ് സർപ്ലസിലേക്ക് വരുമ്പം ജനറൽ റിസർവ് 1 lakh ഉണ്ട്. എസ് ലിമിറ്റഡിൽ ജനറൽ റിസർവ് ഇല്ല. സർപ്ലസ് അക്കൗണ്ട് എച്ച് ലിമിറ്റഡിൽ 80,000, എസ് ലിമിറ്റഡിൽ ലോസ് ആണ് 1 lakh, നെഗറ്റീവ് 1 lakh ആണ്. ദെൻ നോൺ കറണ്ട് ലയബിലിറ്റീസ് 6% ഡിബഞ്ചേഴ്സ് ആണ് തന്നിരിക്കുന്നത്. 6% ഡിബഞ്ചേഴ്സ് എസ് ലിമിറ്റഡിലാണ് 1 ലക്ഷം. ദെൻ ലോൺ ഫ്രം എച്ച് ലിമിറ്റഡ്, എസ് ലിമിറ്റഡിൽ 50,000. എന്താണ് ഈ ഒരു പോയിന്റ് പറയുന്നത്? എസ് ലിമിറ്റഡ് ലോൺ എടുത്തിട്ടുണ്ട് 50,000 രൂപയുടെ, അല്ലേ? 50,000 രൂപയുടെ ലോൺ എടുത്തു. ആ ലോൺ ആരാണ് കൊടുത്തത്? എച്ച് ലിമിറ്റഡ് ആണ് കൊടുത്തത്. അപ്പോൾ എച്ച് ലിമിറ്റഡും എസ് ലിമിറ്റഡും ഈ രണ്ട് കമ്പനീസും തമ്മിലുള്ള ട്രാൻസാക്ഷൻ, കോമൺ ട്രാൻസാക്ഷൻ ഇല്ലെങ്കിൽ മ്യൂച്വൽ ഓവിങ്സ് അല്ലെങ്കിൽ ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ കോമൺ ട്രാൻസാക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. കണ്ടോ, ഇവിടെ നോക്കിക്കേ, ലോണിൻ്റെ കേസ് നമ്മളിവിടെ പഠിച്ചതാണ്. ഇതാണ് കോമൺ ട്രാൻസാക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. കോമൺ ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്യുമെന്നാണ് പഠിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. അപ്പം ഇത് എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ഐറ്റം കാണുമ്പം എച്ച് ലിമിറ്റഡിൽ നിന്നും ഉള്ള ലോണ് എസ് ലിമിറ്റഡിൽ 50,000 ഉണ്ട് എന്ന് കാണുമ്പോൾ മനസ്സിലാക്കിക്കോണം, ഇത് കോമൺ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻ ഇല്ലെങ്കിൽ മ്യൂച്വൽ ഓവിങ്സ് എന്നൊക്കെ പറയും. സോ കറണ്ട് ലയബിലിറ്റീസിലേക്ക് വരുമ്പോൾ ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഉണ്ട് 75,000, 45,000. ദെൻ ഫിക്സഡ് അസറ്റ് ഉണ്ട്. അസറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിക്കേ, 1,500 ഷെയർ ₹80. 80 രൂപ എന്ന നിരക്കിൽ 1,500 ഷെയർ എസ് ലിമിറ്റഡിലെ 1,500 ഷെയർ എച്ച് ലിമിറ്റഡ് ഹെൽഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം എത്രയാണ് ഷെയർ ഉള്ളത്? എസ് ലിമിറ്റഡിൽ 2,000 ഷെയർ. 2,000 ഷെയറിൽ 1,500 ഷെയർ എച്ച് ലിമിറ്റഡ് ആണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. എസ് ലിമിറ്റഡിൽ മൊത്തം 2,000 ഷെയർ ഉണ്ട്. അതിൽ 1,500 ഷെയർ ഹെൽഡ് ചെയ്തിരിക്കുന്നത് ആരാണ്? എച്ച് ലിമിറ്റഡ് ആണ്. എത്ര രൂപയ്ക്കാണ്? 80 രൂപയ്ക്ക്. എസ് ലിമിറ്റഡിൽ ഒരു ഷെയറിന് 100 രൂപയാണ്, 80 രൂപയ്ക്കാണ് ഇവർ എച്ച് ലിമിറ്റഡ് എസ് ലിമിറ്റഡിൻ്റെ ഷെയർ ഹെൽഡ് ചെയ്തിരിക്കുന്നത്. ദെൻ നോക്കിക്കേ, 6% ഡിബഞ്ചേഴ്സ് ഇൻ എസ് ലിമിറ്റഡ്. എസ് ലിമിറ്റഡിലെ 6% ഡിബഞ്ചർ കണ്ടോ, എത്രയാ? 60,000 രൂപ. സോ ഇവിടെ പറയുന്നുണ്ട് എച്ച് ലിമിറ്റഡിൽ നോക്കിക്കേ, 6% ഡിബഞ്ചേഴ്സ് 50,000 രൂപ എസ് ലിമിറ്റഡിലുണ്ട്. ദെൻ ലയബിലിറ്റി സൈഡിലേക്ക് വരുമ്പം, അസറ്റ് സൈഡിൽ വരുമ്പോൾ നോക്കിക്കേ, എസ് ലിമിറ്റഡിൽ 6% ഡിബഞ്ചർ 60,000 രൂപയുടെ എച്ച് ലിമിറ്റഡിലുമുണ്ട്. സോ ഇതും എന്താണ്? കോമൺ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ മ്യൂച്വൽ ഓവിങ്സ് എന്നൊക്കെ നമുക്ക് പറയാം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും എന്താണ്? ഇങ്ങനെയുള്ള കോമൺ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഓവിങ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഐറ്റംസ് അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ദെൻ അതുപോലെ തന്നെ നോക്കി, ലോൺ ടു എസ് ലിമിറ്റഡ്. എസ് ലിമിറ്റഡിൽ എത്രയാണ് ലോൺ വന്നിരിക്കുന്നത്? 47,000. അതായത് എസ് ലിമിറ്റഡ് ലോൺ ടു എസ് ലിമിറ്റഡ്, എച്ച് ലിമിറ്റഡിൻ്റെ കോളത്തിലാണ്, അസറ്റ് സൈഡിലാണ് കാണിച്ചിരിക്കുന്നത്. അതായത് എച്ച് ലിമിറ്റഡ് എസ് ലിമിറ്റഡിന് കൊടുത്ത ലോണാണ് 47,000. ഇനി കറണ്ട് അസറ്റ്സ് തന്നിട്ടുണ്ട്. സോ അതും വായിച്ചു നോക്കുക. അപ്പോൾ ഇത്രയും ഇൻഫോർമേഷനാണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ നമ്മളിങ്ങനെ ബാലൻസ് ഷീറ്റ് വായിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയുടെ എത്ര ഷെയർ ഹെൽഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കോമൺ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഓവിങ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. സോ ഇനി നമുക്ക് ബാക്കി അഡീഷണൽ ഇൻഫോർമേഷനിലേക്ക് പോകാം. എച്ച് ലിമിറ്റഡ് അക്വയർഡ് ദി ഷെയർ ഓൺ August 1, 2018. The surplus of S Limited showed a debit balance of 1,15,000 on April 1st, 2018. അപ്പം എന്താ പറയുന്നത്? എന്നാണ് എച്ച് ലിമിറ്റഡ് എസ് ലിമിറ്റഡിൻ്റെ ഷെയർ അക്വയർ ചെയ്യുന്നത്? August 1st, 2018. ഈ ഒരു ഡേറ്റ് കറക്റ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം.
എന്താണ് എച്ച് ലിമിറ്റഡ് എസ് ലിമിറ്റഡിൻ്റെ ഷെയർ അക്വയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അക്വിസിഷൻ്റെ ഡേറ്റ് ഓർത്തിരിക്കണമെന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും ഒക്കെ കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓർത്ത് നോക്കിക്കേ, എങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ എന്ത് ബേസിലാണ് നമ്മളത് കമ്പ്യൂട്ടേഷൻ നടത്തിയത്? ഈ ഒരു അക്യൂസിഷന് മുമ്പുള്ള പ്രോഫിറ്റ് അല്ലേ? എച്ച് ലിമിറ്റഡ് എസ് ലിമിറ്റഡിൻ്റെ അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയുടെ ഷെയർ അക്വയർ ചെയ്യുന്നതിന് മുമ്പ് സബ്സിഡറി കമ്പനിയിൽ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്നാണ് അക്വയർ ചെയ്തത് എന്ന് മനസ്സിലാക്കണം. അക്വയർ ചെയ്തതിന് മുമ്പുള്ള പ്രോഫിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കണമെങ്കിൽ എന്താണ് ഈ പ്രോഫിറ്റ് ചെയ്ത അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റ് നമ്മൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. ദെൻ 1 April 2018 എസ് ലിമിറ്റഡിൽ എത്ര ബാലൻസ് ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്? സർപ്ലസ് അക്കൗണ്ട് 1,50,000 രൂപ ഡെബിറ്റ് ബാലൻസ് ആയിരുന്നു അല്ലേ? അപ്പോൾ April 1, 2018 എന്ന് പറയുമ്പം അതെന്താണ്? ക്യാപിറ്റൽ പ്രോഫിറ്റിനകത്ത് വരുമോ റവന്യൂ പ്രോഫിറ്റിനകത്ത് വരുമോ? ചിന്തിച്ച് നോക്കിക്കേ. എച്ച് ലിമിറ്റഡ് അക്വയർ ചെയ്യുന്നത്, എസ് ലിമിറ്റഡിൻ്റെ ഷെയർ അക്വയർ ചെയ്യുന്നത് 2018 August 1 April 1, 2018 1,15,000 എസ് ലിമിറ്റഡിൽ ഉണ്ടായിരുന്നു. അതായത് അക്വയർ ചെയ്യുന്നതിന് മുമ്പ് 1 August അക്വയർ ചെയ്യുന്നത്, അതിനു മുമ്പ് April 1 എത്രയുണ്ടായിരുന്നു? 1,15,000 എന്താണ് ഡെബിറ്റ് ബാലൻസ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പം അത് നമ്മൾ എവിടെയാണ് എടുക്കേണ്ടത്? ക്യാപിറ്റൽ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന ആ ഒരു പോർഷനിലാണ് എടുക്കേണ്ടത്. ഡ്യൂറിങ് June 2018 goods costing 6,000 were destroyed by fire and insurer paid only 2,000. സോ എന്താ പറഞ്ഞിരിക്കുന്നത്? 2018 ജൂണിൽ ഒരു ഫയർ നടന്നു, ഫയറിൻ്റെ അല്ലെങ്കിൽ ഒരു തീപിടുത്തം ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് 6,000 രൂപയുടെ സ്റ്റോക്ക് നശിച്ചു പോയി. അതിൽ 2,000 രൂപ എന്താണ് ഇൻഷുറൻസ് ക്ലെയിമായിട്ട് കിട്ടി. അപ്പോൾ ശരിക്കും അവിടെ എത്രയാണ് ലോസ് ഉണ്ടായിരുന്നത്? 6,000 രൂപയുടെ ഗുഡ്സ് പോയി അല്ലെങ്കിൽ സ്റ്റോക്ക് പോയി, 2,000 രൂപ ഇൻഷുറൻസ് ക്ലെയിമായിട്ട് കിട്ടി. ബാക്കി ഇനി അവിടെ എത്രയേ ലോസ് ഉള്ളൂ? 4,000. സോ ഇനി അടുത്തത് നമുക്ക് നോക്കാം. ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഓഫ് എസ് ലിമിറ്റഡ് ഇൻക്ലൂഡ്സ് 20,000 ഫോർ ഗുഡ്സ് സപ്ലൈഡ് ബൈ എച്ച് ലിമിറ്റഡ്. എന്താ പറയുന്നത്? എച്ച് ലിമിറ്റഡ് സപ്ലൈ ചെയ്ത ഗുഡ്സിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ എച്ച് ലിമിറ്റഡ് എസ് ലിമിറ്റഡിന് ഗുഡ്സ് സപ്ലൈ ചെയ്തു, അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് എസ് ലിമിറ്റഡിൽ ഉള്ള ക്രെഡിറ്റേഴ്സിൽ 20,000 രൂപയുടെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് എവിടുത്തെയാണ്? എച്ച് ലിമിറ്റഡിലെ ക്രെഡിറ്റേഴ്സാണ് അല്ലേ? എസ് ലിമിറ്റഡിലെ 20,000 ക്രെഡിറ്റേഴ്സ് കണ്ടോ? ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഓഫ് എസ് ലിമിറ്റഡ് ഇൻക്ലൂഡ് 20,000 ഫോർ ഗുഡ്സ് സപ്ലൈഡ് ബൈ എച്ച് ലിമിറ്റഡ്. അപ്പോൾ എച്ച് ലിമിറ്റഡിൽ നിന്ന് ഗുഡ്സ് സപ്ലൈ ചെയ്തതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന എസ് ലിമിറ്റഡിലെ 20,000 ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് എച്ച് ലിമിറ്റഡ് ആണ് ഗുഡ്സ് സപ്ലൈ ചെയ്തതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇതും എന്താണ്? ഇൻ്റർ കമ്പനി ഓവിങ്സ് അല്ലെങ്കിൽ കോമൺ ട്രാൻസാക്ഷൻ എന്തൊക്കെ മ്യൂച്വൽ ഓവിങ്സ് എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോമൺ ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത്തരം ട്രാൻസാക്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. ഇനി ഈ ഒരു ഗുഡ്സ് സപ്ലൈ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് 2,000 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് അവിടെ കണ്ടോ? വിച്ച് ദ ലേറ്റർ കമ്പനി മെയ്ഡ് എ പ്രോഫിറ്റ് 2,000. ഹാഫ് ഓഫ് ദ ഗുഡ്സ് വെയർ സ്റ്റിൽ ഇൻ സ്റ്റോക്ക്. 2,000 ഇങ്ങനെ ഗുഡ്സ് എച്ച് ലിമിറ്റഡ് സപ്ലൈ ചെയ്തു 20,000 രൂപയുടെ. അപ്പം അതിൻ്റെ ഭാഗമായി 2,000 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടായി. പക്ഷേ 20,000 രൂപയുടെ ഗുഡ്സും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? സപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. പകുതി ഗുഡ്സ് എന്താണ് ഇപ്പോഴും ആ എച്ച് ലിമിറ്റഡിൻ്റെ സ്റ്റോക്കിൽ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ എന്താണ്? അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടാകുന്നു. അതിൻ്റെ കമ്പ്യൂട്ടേഷൻ നമ്മൾ ചെയ്യണം. The difference in the amount of loan account of H Limited and S Limited is due to interest not yet recorded in the book of H Limited. അതായത് ഇവിടെ നോക്കിക്കേ, ലോൺ ടു എസ് ലിമിറ്റഡ്, അതായത് എച്ച് ലിമിറ്റഡിന് ലോൺ കൊടുത്തത് എത്രയാണ്? 47,000. എച്ച് ലിമിറ്റഡിൻ്റെ അസറ്റ് സൈഡിലാണ് ലോൺ കൊടുത്തു അല്ലേ? ലോൺ കൊടുത്തു, അതൊരു അസറ്റാണ്, 47,000. ദെൻ അതേസമയം ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടോ? ലോൺ ഫ്രം എച്ച് ലിമിറ്റഡിൽ നിന്നും എസ് ലിമിറ്റഡ് ലോൺ എടുത്തു. അപ്പോൾ അവരുടെ ലൈബിലിറ്റി എത്രയാണ് ഉള്ളത്? 50,000. പക്ഷേ ഇവിടെ ലോൺ കൊടുത്തത് 47,000.
അവിടെ ഉണ്ടാവുന്ന ആ ഡിഫറൻസ് എത്രയാണ് ഡിഫറൻസ് വരുന്നത്? ഒരു 3000 ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ? 47,000 രൂപയുടെ ലോണാണ് കൊടുത്തത്. ബട്ട് ലൈബിലിറ്റി വരുമ്പോൾ എത്ര ഉണ്ട് അവർക്ക്? 50,000 ഉണ്ട് അല്ലേ? എച്ച് ലിമിറ്റഡ് കൊടുത്തത് 47,000 രൂപയുടെ ലോണ്. എസ് ലിമിറ്റഡിൽ ലൈബിലിറ്റി എത്രയാ? 50,000 ഉണ്ട്. അപ്പം ഒരു 3,000 രൂപ കൂടുതലുണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിരിക്കുന്നതാണ്. നമുക്കറിയാം ലോണൊക്കെ എടുത്താൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പം ആ ഒരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിരിക്കുന്നതാണ്. ആ ഇൻട്രസ്റ്റ് എന്താണ്? ഇപ്പോഴും എച്ച് ലിമിറ്റഡിൻ്റെ ബുക്കിൽ അതൊരു ഇൻകം ആയി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇപ്പോഴും റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 3,000 രൂപയും എന്താണ്? എച്ച് ലിമിറ്റഡിൻ്റെ സർപ്ലസ് അക്കൗണ്ടിൽ ആ 3,000 കൂടി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ആഡ് ചെയ്യണം. സോ ഇത്രയുമാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യണം, റവന്യൂ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യണം, അതുപോലെ തന്നെ എന്താണ്? ഗുഡ് വില്ല് കമ്പ്യൂട്ട് ചെയ്യണം. ഗുഡ് വില്ലാണോ ക്യാപിറ്റൽ റിസർവ് ആണോ എന്ന് കമ്പ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. സോ അതുപോലെ തന്നെ ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ട്രാൻസാക്ഷൻസ് ഒന്നിലധികം കോമൺ ട്രാൻസാക്ഷൻസ് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനെ എന്ത് ചെയ്യണം? നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ടും ഉണ്ട്. സോ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇനി നമ്മൾ ആൻസറിലേക്ക് പോകുവാണ്. ആൻസറിലേക്ക് പോകുമ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഒരു കൺസോളിഡേറ്റ് ബാലൻസ് ഷീറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ എച്ച് ലിമിറ്റഡിൻ്റെ ഷെയർ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 2000 ഷെയറിൽ 1500. ബാക്കിയുള്ള 500 എന്ന് പറയുന്നത് എന്താണ്? മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം അവരുടെ റേഷ്യോ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. സോ നമുക്കിവിടെ ബുക്കിൽ എഴുതി കൂട്ടാൻ മാത്രമൊന്നുമില്ല. എന്നാലും നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് നോട്ട്ബുക്കിലേക്ക് എഴുതി കാൽക്കുലേഷൻ ഓഫ് റേഷ്യോ എന്ന് പറഞ്ഞ് കാണിക്കുക. ഇവിടെ അത് തന്നിട്ടുണ്ട്. സോ മൊത്തം 2000 ഷെയർ ആണ്. അപ്പം 1500 ഷെയർ എച്ച് ലിമിറ്റഡ് ഹോൾഡ് ചെയ്തിരിക്കുന്നു. ബാക്കി 500 എന്ന് പറയുന്ന ആരാണ്? ഔട്ട്സൈഡേഴ്സ് ആണ്. അപ്പോൾ 1500 എന്നുള്ള റേഷ്യോ ആണ് വരുന്നത് അല്ലേ? സോ എന്താണ്? 15 പെട്ടെന്ന് കമ്പ്യൂട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ, ഞാൻ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. 3:1 എന്നുള്ള റേഷ്യോ വരും. സോ അല്ലാതെയാണെങ്കിലും എന്താണ്? എത്ര പോർഷൻ ഹോൾഡിംഗ് കമ്പനിക്ക് ഉണ്ടെന്ന് അറിയണമെങ്കിൽ മൊത്തം 2000 ഷെയറിൽ 1500 ഷെയർ എച്ച് ലിമിറ്റഡ് ഹോൾഡ് ചെയ്തു. ഇത് കട്ട് ചെയ്ത് ഷോർട്ട് ആക്കുമ്പോൾ 3/4 കിട്ടും. ദെൻ അതുപോലെ തന്നെ 2500 ഔട്ട്സൈഡേഴ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്നു. അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 1/4 എന്ന് കിട്ടും. ഈ രീതിയിൽ വേണമെങ്കിലും കമ്പ്യൂട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ് ഫസ്റ്റ് മെത്തേഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ കൺവീനിയൻസ് ആയിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. സോ ഇനി നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പം നമുക്കറിയാം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? എച്ച് ലിമിറ്റഡ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയുടെ ഷെയർ അക്വയർ ചെയ്യുന്നതിന് മുമ്പ് വരെ സബ്സിഡറി കമ്പനിയിൽ ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ പ്രോഫിറ്റ്. അതായത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, അക്വയർ ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ്. അപ്പോൾ എന്നാണ് അക്വയർ ചെയ്തത്? ആ ഡേറ്റ് ശ്രദ്ധിച്ചോണം. 2018 ഓഗസ്റ്റ് 1. അപ്പം 2018 ഓഗസ്റ്റ് 1 അപ്പം ജൂലൈ 31 വരെയുള്ള പ്രോഫിറ്റ്, ജൂലൈ 31 വരെയുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? എസ് ലിമിറ്റഡിന് ജൂലൈ 31 വരെ ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ക്യാപിറ്റൽ പ്രോഫിറ്റിലേക്ക് നമ്മൾ എടുക്കേണ്ടതാണ്. സോ നമുക്ക് നോക്കാം. ഇവിടെ ഉണ്ട് 1/4/2018 1,15,000 ഡെബിറ്റ് ബാലൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ലോസ് ആണ് അല്ലേ? ഡെബിറ്റ് ബാലൻസ് നോക്കിക്കേ. 1,15,000 എന്താണ്? ഡെബിറ്റ് ബാലൻസ് ഉണ്ടെന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പം ഡെബിറ്റ് ബാലൻസ് ഇൻ സർപ്ലസ് അക്കൗണ്ട് 1/4/2018. 1/4/2018 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഗസ്റ്റ് 2018 മുമ്പുള്ളതാണ്. ഫസ്റ്റ് ഓഗസ്റ്റ് 2018 മുമ്പുള്ളതാണ്. പ്രീ അക്യൂസിഷൻ പീരീഡ് ആണ്. സോ എന്താണ്? ആ ഒരു 1,15,000 നമ്മൾ കാണിച്ചു. ഇനി 1,50,000 എന്ന് പറഞ്ഞാൽ ഈ ഒരു 1/4/2018 വരെയുള്ള സർപ്ലസ് അക്കൗണ്ടിലെ ഡെബിറ്റ് ബാലൻസ് ആണ്. എന്നാണ് അക്വയർ ചെയ്യുന്നത്? 1 ഓഗസ്റ്റ് ആണ് അല്ലേ? അപ്പം മെയ് ജൂൺ ജൂലൈ വരെയുള്ള ആ 3 മാസത്തെയും കൂടെ പ്രോഫിറ്റ് എന്താണ്? ഈ പറയുന്ന ക്യാപിറ്റൽ പ്രോഫിറ്റിൽ ഇൻക്ലൂഡഡ് ആണ്
അല്ലേ? ഓഗസ്റ്റിലാണ് അക്വയർ ചെയ്യുന്നത്. അപ്പോൾ ഓഗസ്റ്റ് വരെയുള്ളത്, ഓഗസ്റ്റിന് ശേഷമുള്ളത് റവന്യൂ പ്രോഫിറ്റിലേക്കും അതിന് മുമ്പുള്ളത് ക്യാപിറ്റൽ പ്രോഫിറ്റിലേക്കുമാണ് പോകുന്നത്. അപ്പം നമ്മൾ 1,50,000 എന്ന് പറയുന്നത് എന്താ? 1/4/2018 വരെയുള്ളതാണ്. ഇനി മെയ്, ജൂൺ, ജൂലൈ ഈ 3 മാസത്തെയും കൂടെ പ്രോഫിറ്റിൻ്റെ പോർഷനും കൂടെ എടുക്കണം. ആ 3 മാസത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ പറയുന്ന 2018-19 പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ എത്രയാണ്? 12 മാസത്തിൽ മൊത്തം എത്രയാണ്? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ അല്ലേ? ആ 4 മാസത്തെ പ്രോഫിറ്റ് എടുക്കുക. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. എന്താ നമ്മൾ പറഞ്ഞത്? ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലേ? ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, നമുക്കറിയാം പ്രീ അക്വിസിഷൻ പീരീഡിലെയാണ് 1/4/2018 വരെ. അതിവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. 1/4/2018 വരെയുള്ളത് 1,15,000 ഡെബിറ്റ് ബാലൻസ് ആണ്. നമുക്ക് 1/4/2018 വരെ ഉള്ള പ്രോഫിറ്റ് മതിയോ? ക്യാപിറ്റൽ പ്രോഫിറ്റിനകത്ത് പോരാ. ഫസ്റ്റ് ഓഗസ്റ്റിന് മുമ്പ് വരെയുള്ളത്, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഈ 4 മാസത്തെയും കൂടെ പ്രോഫിറ്റ് വേണം. ആ 4 മാസത്തെ പ്രോഫിറ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? 2018-19 പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 12 മാസം. ആ 12 മാസത്തിൽ 4 മാസത്തെ പ്രോഫിറ്റ് കൂടെ എടുക്കണം. നോക്കിക്കേ, നമുക്ക് ആ ഒരു 2018-19 പ്രോഫിറ്റ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? അത് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ലിങ്ക് നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട് അല്ലേ? അപ്പം നോക്കിക്കേ, 1/4/2018 1,50,000 ഡെബിറ്റ് ബാലൻസ്. ദെൻ നോക്കിക്കേ, അതിന് പോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും ഈ പറയുന്ന 1 lakh എന്ന് പറയുന്നത് എന്താണ്? 31 മാർച്ച് 2019 സർപ്ലസ് അക്കൗണ്ടാണ് എസ് ലിമിറ്റഡിൻ്റെ അല്ലേ? അപ്പോൾ എന്താണ് ഈ പറയുന്ന അക്യുമുലേറ്റഡ് ലോസ്? 31/3/2019 അക്യുമുലേറ്റഡ് ലോസ് 1 lakh. അപ്പോൾ 1/4/2018 1,15,000 അതുപോലെ തന്നെ 31/3/2019 1 lakhുമാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ദെൻ അതിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ എന്താണ്? അതാണ് ആ വർഷം ഏൺ ചെയ്തത്. അപ്പോൾ ആ വർഷം ഏൺ ചെയ്ത പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 50,000 രൂപയാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. 50,000 രൂപയാണ് ആ വർഷം ഏൺ ചെയ്തത്. ദെൻ നമ്മൾ ആ വർഷം എന്താണ്? ഒരു ഫയർ ഉണ്ടായി, കുറച്ച് സ്റ്റോക്ക് എന്ത് ചെയ്തു? നശിച്ചു പോയായിരുന്നു, ഡിസ്റ്റോർഡ് ആയായിരുന്നു അല്ലേ? അപ്പം ആ ഒരു സ്റ്റോക്ക് കൂടി എന്താണ്? ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. ഡിസ്ട്രോയ് ചെയ്ത സ്റ്റോക്കും കൂടെ എന്താണ്? ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ. അതായത് ഇത് ആക്ച്വലി എത്ര പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ആ വർഷമെന്ന് കാണാൻ വേണ്ടി, ഇത് ഈ ഒരു ഫയർ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പം നോക്കിക്കേ, അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് കാണാനായിട്ട് എത്രയാണ് നമുക്ക് നിലവിൽ ലോസ് ഉള്ളത്? 6,000 രൂപയുടെ ലോസ് ഉണ്ടായി, 2,000 രൂപ ക്ലയൻറ്റ് കിട്ടി, ബാക്കി 4,000 ആണ്. 4,000 കൂടി ആഡ് ചെയ്തു, 54,000. സോ ഈ കിട്ടിയത് എന്താണ്? 2018-19 പ്രോഫിറ്റ് നമുക്ക് കിട്ടി. 2018-19 പ്രോഫിറ്റ് നമുക്ക് കിട്ടി 54,000. സോ ഇനി എന്താണ്? ഈ 54,000-ൽ ആ 54,000-ൽ 4 മാസം, അതായത് ഫസ്റ്റ് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഈ പറയുന്ന 4 മാസം എന്ന് പറയുന്നത് പ്രീ അക്യൂസിഷൻ പീരീഡ് ആണ്. ബാക്കിയുള്ള 1 ഓഗസ്റ്റ് മുതൽ 31 മാർച്ച് വരെ പോസ്റ്റ് അക്യൂസിഷൻ ആണ്. അത് റവന്യൂ പ്രോഫിറ്റിൻ്റെ കമ്പ്യൂട്ടേഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ പ്രീ അക്യൂസിഷൻ പീരീഡിലെ 4 മാസം, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മാസത്തെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 54,000 × 4/12 18,000 ആണ് ആ അല്ലെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. സോ ഈ ഒരു 18,000-ൽ നിന്നും എന്നാണ് ഈ പറയുന്ന തീപിടുത്തം ഉണ്ടായത്? ജൂണിലാണ് അല്ലേ? ജൂണിലാണ്, പോസ്റ്റ് അക്യൂസിഷൻ പീരീഡിലാണ്. സോ നോക്കിക്കേ, ആ പറയുന്ന 4,000 നമ്മൾ എന്ത് ചെയ്തു? ലെസ് ചെയ്തു. ആദ്യം എന്തിനാണ് ഇവിടെ ആഡ് ചെയ്തത്? അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ആഡ് ചെയ്തത്. ഇനി നമ്മൾ എന്താണ് ഈ പറയുന്ന ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ പോർഷൻ അല്ലെങ്കിൽ പ്രീ അക്യൂസിഷൻ പീരീഡിലെ പ്രോഫിറ്റിൽ നിന്ന് മാത്രം എന്താണ് ഈ 4,000 ലെസ് ചെയ്തു. അപ്പോൾ എത്രയാണ്? 14,000 എന്ന് കിട്ടി. അപ്പോൾ ഈ 1,15,000 എന്ന് പറയുന്നത് എന്താണ്? 1/4/2018 വരെയുള്ള ഡെബിറ്റ് ബാലൻസ് ആണ്. ഈ പറയുന്ന 14,000 എന്ന് പറയുന്നത് എന്താണ്? 1/4/2018 മുതൽ 31 ജൂലൈ വരെയുള്ളതാണ്. 31 ജൂലൈ വരെയുള്ള ക്യാപിറ്റൽ എത്രയാണ്? 14,000 ആണ് അതിനുശേഷമുള്ളത്. സോ അപ്പം ഈ പറയുന്ന പ്രീ അക്വിസിഷൻ പീരീഡിലെ നമുക്കിവിടെ ക്യാപിറ്റൽ ലോസ് ആണ് വരുന്നത്. എത്രയാണ് ക്യാപിറ്റൽ ലോസ് വരുന്നത്? 1,15,000 + 14,000
സോറി 1,15,000 നിന്ന് 14,000 കുറച്ച് കഴിഞ്ഞാൽ ലോസ് ആണ് വരുന്നത് 14,000. ദെൻ എന്താണ് 1,36,000 ആണ് വരുന്നത്. സോ 1,36,000 ആണ് ക്യാപിറ്റൽ ലോസ് വരുന്നത്. ഈ ലോസ് എന്ത് ചെയ്യണം? നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ഹോൾഡിംഗ് കമ്പനിക്കും സബ്സിഡറി കമ്പനിക്കും എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പോർഷൻ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്നാണ് ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയുടെ ഷെയർ അക്വയർ ചെയ്യുന്നത് അതുവരെയുള്ള പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യണം. സോ ഇനി എന്താണ് റവന്യൂ പ്രോഫിറ്റ്? റവന്യൂ പ്രോഫിറ്റ് നമുക്ക് ഈസി ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാം. എന്താണ്? മൊത്തം 54,000 രൂപയുടെ പ്രോഫിറ്റാണ് ആ വർഷം ഉണ്ടായത് അല്ലേ? ആ വർഷം മുഴുവൻ 54,000 രൂപയുടെ പ്രോഫിറ്റാണ് ഉണ്ടായത്. അത് 2018-19 വർഷം. വേറെ പ്രോഫിറ്റ് ഒന്നും ഇവിടെ നോക്കിക്കേ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടില്ല, വേറെ കാര്യമൊന്നും തന്നിട്ടില്ല. ദെൻ എന്താണ് ഈ പറയുന്ന 54,000-ൻ്റെ 1 ഓഗസ്റ്റ് മുതൽ 31 മാർച്ച് വരെ, അതാണ് പോസ്റ്റ് ഒക്യൂസിഷൻ പീരീഡ് എന്ന് പറയുന്നത്. ആ സമയത്ത് എങ്ങനെ കണ്ടുപിടിക്കും? 54,000 ഇൻറ്റു 8/12. 8 മാസം എങ്ങനെയാണ് വന്നത്? ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് അല്ലേ? 1 ഓഗസ്റ്റ് മുതൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ആ 8 മാസമാണ് വരുന്നത്. അപ്പം 8/12 ചെയ്തു, 36,000 എന്ന റവന്യൂ പ്രോഫിറ്റ് കിട്ടി. ആ റവന്യൂ പ്രോഫിറ്റ് നമ്മൾ എന്താണ് ഹോൾഡിംഗ് കമ്പനിക്കും അതുപോലെ തന്നെ മൈനോറിറ്റി ഇൻട്രസ്റ്റിനുമായിട്ട് അല്ലെങ്കിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റുമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ അതിനുശേഷം ഗുഡ് വില്ല്, ഇതൊക്കെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എസ് ലിമിറ്റഡിൻ്റെ ഷെയർ, എച്ച് ലിമിറ്റഡ് എത്ര രൂപയ്ക്കാണ് അക്വയർ ചെയ്തത്? 1,20,000 രൂപയ്ക്ക്. ശരിക്കും ഫേസ് വാല്യൂ അനുസരിച്ചാണെങ്കിൽ 1,500 ഷെയറാണ് അവർ അക്വയർ ചെയ്തത്. ഒരു ഷെയറിന് 100 രൂപയാണ്. അപ്പോൾ എത്രയാണ് വരേണ്ടത്? 1,15,000 എന്ത് ചെയ്യേണ്ടതായിരുന്നു? പേ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ എന്താണ് അത് ഈ 1,00,000-ൽ നിന്ന് 20,000-ൽ നിന്ന് ലെസ് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ എച്ച് ലിമിറ്റഡിൻ്റെ പോർഷൻ അല്ലേ, ക്യാപിറ്റൽ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്തു, അത് ഹോൾഡിംഗ് കമ്പനിക്കും നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഈ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ പോർഷൻ നമ്മൾ എവിടെയാണ്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. ക്യാപിറ്റൽ പ്രോഫിറ്റ് ലോസ് ആണോ, പ്രോഫിറ്റ് ആണെങ്കിൽ അതിൻ്റെ പോർഷൻ ആഡ് ചെയ്യും, ലോസ് ആണെങ്കിൽ അത് ലെസ് ചെയ്യും. ഇനി ഈ പറയുന്ന എച്ച് ലിമിറ്റഡിൻ്റെ ഈ ഒരു ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലോസിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എവിടെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? ഈ ഗുഡ് വില്ല് കമ്പ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് കമ്പ്യൂട്ട് ചെയ്യുന്നത് കൂടെയാണ്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ലോസ് ആണ് വന്നിരിക്കുന്നത് 1,02,000 രൂപ. ഈ ലോസ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഇതിനകത്തുനിന്ന് ലെസ് ചെയ്യണം. സോ നമ്മളിവിടെ പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ, ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ 1,50,000-ഉം 1,02,000-ഉം കൂടി കൂട്ടിയിട്ട് ഈ ടോട്ടൽ എമൗണ്ട് ഈ പറയുന്ന 1,20,000-ൽ നിന്നും ലെസ് ചെയ്തേനെ. ഇവിടെ ലോസ് ആയതുകൊണ്ട് എന്താണ്? ഈ 1,50,000-ൽ നിന്നും ക്യാപിറ്റൽ ലോസ് കുറച്ചതിന് ശേഷം 48,000, ആ 48,000 1,20,000-ൽ നിന്ന് കുറച്ചു 72,000. അതായത് 1,20,000 ശരിക്കും 48,000 രൂപയെ അതിൻ്റെ കോസ്റ്റ് ഉള്ളൂ. 48,000 രൂപയുടെ സാധനം 1,20,000 രൂപയ്ക്ക് മേടിച്ചു അല്ലേ? അങ്ങനെ സംതിങ് കൂടിയ വിലയ്ക്ക് മേടിക്കണമെങ്കിൽ സംതിങ് അവിടെ എന്തോ ഉണ്ട്. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗുഡ് വിൽ എന്ന് പറയുന്നത്. അപ്പോൾ 72,000 ഗുഡ് വില്ല് കിട്ടി. ഇനി നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആണ്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര ഷെയറാണ് ഉള്ളത്? ഔട്ട്സൈഡേഴ്സിന് 500 ഷെയർ, 100 രൂപയുടെ 500 ഷെയർ 50,000. ദെൻ അതിനകത്തു നിന്നും എന്താണ് ലോസ് ആയതുകൊണ്ട് നമുക്കിവിടെ ലെസ് ചെയ്യണം. നോക്കിക്കേ, ക്യാപിറ്റൽ ലോസ്, ഇവിടെയും റവന്യൂ പ്രോഫിറ്റ് അല്ല കേട്ടോ, റവന്യൂ ലോസ് ആണ് വന്നിരിക്കുന്നത്. നോക്കിക്കേ, ഷെയർ ക്യാപിറ്റൽ ലോസ് ഓഫ് ഷെയറിൻ്റെ ക്യാപിറ്റൽ ലോസിൻ്റെ ഷെയർ 34,000, റവന്യൂ പ്രോഫിറ്റിൻ്റെ ലോസ് ഷെയർ ഓഫ് റവന്യൂ പ്രോഫിറ്റ് എത്രയാണ്? 9,000. ഷെയർ ഓഫ് ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത് 34,000. റവന്യൂ ലോസ് അല്ല, റവന്യൂ പ്രോഫിറ്റ് ആണ്. ക്യാപിറ്റലിൻ്റെ കേസിൽ എന്താണ്? ക്യാപിറ്റൽ ലോസ് ആണ്. അപ്പോൾ എന്താണ്? ഷെയർ ഓഫ് ക്യാപിറ്റൽ ലോസ് 34,000. അതിൽ നിന്നും എന്താണ്? റവന്യൂ പ്രോഫിറ്റും കൂടെ കുറച്ചു, ബാക്കി എത്രയാണ് ഉള്ളത്? 25,000. അപ്പോൾ 50,000 എന്ന ഇതിൽ നിന്നും 25,000 ലെസ് ചെയ്തു. ബാക്കി ഇനി എത്രയാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ പ്രോഫിറ്റ് ഉള്ളത് അല്ലെങ്കിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉള്ളത്? 25,000 ആണ്. സോ ഇനി എച്ച് ലിമിറ്റഡിൻ്റെ സർപ്ലസ് അക്കൗണ്ടിൽ എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. എച്ച് ലിമിറ്റഡിൻ്റെ സർപ്ലസ് അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റ് പ്രകാരം എത്രയാണ് ഉള്ളത്? നോക്കിക്കേ, 80,000 രൂപ ബാലൻസ് ഷീറ്റ് പ്രകാരമുണ്ട്. ദെൻ ഷെയർ ഓഫ് റവന്യൂ
റവന്യൂ പ്രോഫിറ്റിൽ എത്രയാണുള്ളത്? റവന്യൂ പ്രോഫിറ്റ് നോക്കിക്കേ. റവന്യൂ പ്രോഫിറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. എച്ച് ലിമിറ്റഡിൻ്റെ പോർഷൻ എത്രയാണ് ഉള്ളത്? 27,000. സോ അതിൻ്റെ കൂടെ ഒരു 3,000 കൂടി ആഡ് ചെയ്യണം. ആ 3,000 എന്ന് പറയുന്നത് എന്താണ്? നമ്മളോട് ഇവിടെ പറഞ്ഞായിരുന്നു ലോണിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ, ഡിഫറൻസ് ഉണ്ട്. അതായത് 47,000ഉം ഇവിടെയുള്ള 50,000ഉം. ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. എച്ച് ലിമിറ്റഡിന് കിട്ടിയ ഇൻട്രസ്റ്റ് ആണ് അല്ലേ. അപ്പം പ്രോഫിറ്റ് ഇൻ എസ് ലിമിറ്റഡ്, അതിൻ്റെ കൂടെ ഈ ലോണിൻ്റെ 3,000 രൂപ അവിടെ പറഞ്ഞ ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്യുമ്പം 1,10,000. അവിടെ കൊണ്ട് ആൻസർ തീർന്നോ? ഇല്ല. കാരണം എന്താണ്? അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ട്. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് ഒന്നും കാണാൻ നിൽക്കേണ്ട, കാരണം പെർസെൻറ്റേജിൻ്റെ ഇൻഫോർമേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. 2,000 രൂപ പ്രോഫിറ്റ് കിട്ടുന്ന സ്റ്റോക്ക് നമ്മൾ എന്താണ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് 2,000 രൂപയുടെ പ്രോഫിറ്റാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഈ 20,000 രൂപയുടെ സ്റ്റോക്കിൽ പകുതിയും ഇപ്പോഴെന്താണ് 31 മാർച്ച് 2019 ആ ഒരു ഇയർ എൻഡിങ്ങിൻ്റെ ടൈമിൽ പകുതി പോർഷനും എന്താണ് ഹോൾഡിംഗ് കമ്പനിയുടെ കയ്യിൽ തന്നെയുണ്ട് അല്ലേ. ദാറ്റ് മീൻസ് എന്താണ്? ഈ പ്രോഫിറ്റിൻ്റെ പകുതി എന്താണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ആയിട്ട് എടുക്കുക. എത്രയാണ്? അൺറിയലൈസ്ഡ് പ്രോഫിറ്റിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ തിയറി പോർഷനിലേക്ക് ഒന്ന് പോയി നോക്കുക. അപ്പോൾ 1,000 എന്താണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റും ലെസ് ചെയ്തു. ബാക്കി ഇനി സർപ്ലസ് അക്കൗണ്ടിൽ 1,09,000. സോ ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യാൻ പോവാണ്. ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പം നമ്മുടെ ഇനി ആ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെയും കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. കാരണം മ്യൂച്വൽ കമ്പനി ഓവിങ്സിൻ്റെ ഭാഗമായിട്ട് അവിടെയും എന്താണ് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനകത്ത് ഷെയർ ക്യാപിറ്റൽ നമുക്ക് ഡൗട്ട് ഒന്നുമില്ല. എച്ച് ലിമിറ്റഡിൻ്റെ ഷെയർ ക്യാപിറ്റൽ എത്രയാണോ അത് എഴുതുക. റിസർവ് ആൻഡ് സർപ്ലസ്. റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ ജനറൽ റിസർവ് എച്ച് ലിമിറ്റഡിൻ്റെ ഉണ്ടായിരുന്ന 1,00,000 ക്വസ്റ്റ്യനിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിൽ. ദെൻ സർപ്ലസ് അക്കൗണ്ട്. ഈ സർപ്ലസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വർക്കിംഗ് നോട്ട് 5 നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പറയുന്ന സർപ്ലസ് അക്കൗണ്ട്. ലോങ് ടൈം ബോറോയിങ്സ്. ലോങ് ടൈം ബോറോയിങ്സ് എന്ന് പറയുന്നത് ഡിബഞ്ചേഴ്സ് ഉണ്ട് അല്ലേ. നോക്കിക്കേ, ലോങ് ടൈം ബോറോയിങ്സിനകത്ത് ഡിബഞ്ചേഴ്സ് ഉണ്ട്. ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു കോമൺ ട്രാൻസാക്ഷൻ ആണ് അല്ലേ. എച്ച് ലിമിറ്റഡിൻ്റെയും എസ് ലിമിറ്റഡിൻ്റെയും ഇടയിലുള്ള ഒരു കോമൺ ട്രാൻസാക്ഷൻ ഉണ്ട് അവിടെ. അപ്പം എത്രയാണ് എച്ച് ലിമിറ്റഡിൻ്റെ എച്ച് ലിമിറ്റഡ് അല്ല ഡിബഞ്ചർ ഉള്ളത്? 1,00,000 രൂപയുടെ ഡിബഞ്ചർ ആണ്. അതിൽ എത്രയാണ്? 60,000 രൂപയുടെ ഷെയർ എച്ച് ലിമിറ്റഡ് ആണ് ഹെൽഡ് ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, ലോങ് ടൈം 6% ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് 1,00,000 ആരുടെയാ? എസ് ലിമിറ്റഡിലുണ്ട്. ഇതിൽ ഈ 1,00,000ത്തിൽ 60,000 രൂപ ഹെൽഡ് ചെയ്തിരിക്കുന്ന ആരാണ്? എച്ച് ലിമിറ്റഡ് ആണ്. കണ്ടോ, 6% ഡിബഞ്ചറിൽ 60,000 രൂപ ആരാണ്? എച്ച് ലിമിറ്റഡ് ആണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോമൺ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. ബാക്കി ഇനി എത്രയേ ഉള്ളൂ? 1,00,000ത്തിൽ നിന്നും 60,000 കുറച്ചിട്ട് 40,000 ഉള്ളൂ. ആ 40,000 ആണ് ലോങ് ടൈം ബോറോയിങ്സ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ഇവിടെ ഒരു ലോൺ ഉണ്ടല്ലോ, ആ ലോണിന് എന്താണ് നമ്മൾ ഇങ്ങോട്ട് എഴുതാത്തതെന്ന്. ലോൺ ഞാൻ പറഞ്ഞു, ഇതിൽ 3,000 രൂപ എന്ന് പറയുന്നത് എന്താണ്? 3,000 രൂപ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ബാക്കി എത്രയേ ഉള്ളൂ? 47,000. ആ 47,000 ലോൺ എടുക്കുമ്പോൾ ലോൺ ഫ്രം എസ് ലിമിറ്റഡ് 47,000, അതിൽ നിന്നും ഈ എസ് ലിമിറ്റഡ് കൊടുത്ത ആ 47,000 ലെസ് ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? 0 വരുള്ളൂ. 47 - 47,000 എന്ന് പറയുമ്പം 0 ആണ് വരുന്നത്. അവിടെ നമുക്ക് പിന്നെ എഴുതാൻ എമൗണ്ട് ഒന്നും ഇല്ല. സോ നമ്മൾ അത് എഴുതി. പിന്നെ എന്താണ്? കറണ്ട് ലൈബിലിറ്റീസ്. കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ട്രേഡ് പേയബിൾ ആണ് വരുന്നത്. ട്രേഡ് പേയബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളുമാണ് വരുന്നത്. ഇവിടെ ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇവർ ഈ ഒരു പോർഷൻ ആ ബാലൻസ് ഷീറ്റിൽ തന്നെ അതിൻ്റെ കമ്പ്യൂട്ടേഷൻ കാണിച്ചിട്ടുണ്ട്. ട്രേഡ് പേയബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്താണ്? ലോങ് ടൈം ബോറോയിങ്സ് കഴിഞ്ഞിട്ട് ഡി എന്ന് പറഞ്ഞ് വേണമെങ്കിലും ഒരെണ്ണം നമുക്ക് നോട്ടായിട്ട് ചെയ്യാം. അപ്പം ഇവിടെ നമ്മൾ ഇതിനകത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ട്രേഡ് പേയബിൾ എന്ന് പറഞ്ഞാൽ എച്ച് ലിമിറ്റഡിലെ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 75,000 ഉണ്ട്, എസ് ലിമിറ്റഡിൽ 45,000 ഉണ്ട്. അപ്പം മൊത്തം 1,20,000 ആണ് ക്രെഡിറ്റേഴ്സ് എന്നുള്ളത്. ഇതിനകത്ത് നിന്നും എന്താണ്? മ്യൂച്വൽ ഓവിങ്സ് അല്ലെങ്കിൽ കോമൺ ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് കുറയ്ക്കുന്നു. എത്രയാ കോമൺ ട്രാൻസാക്ഷൻ വന്നിരിക്കുന്നത് നോക്കിക്കേ. ഇവിടെ നോക്കിക്കേ, 20,000 രൂപയാണ് അല്ലേ. നോക്കിക്കേ, ദ
ക്രെഡിറ്റേഴ്സ് ഓഫ് എസ് ലിമിറ്റഡ് ഇൻക്ലൂഡ് എസ് ലിമിറ്റഡിന്റെ ക്രെഡിറ്റേഴ്സിൽ 20,000 രൂപ എച്ച് ലിമിറ്റഡിലാണ് അല്ലേ. ആ ക്രെഡിറ്റേഴ്സിൽ 20,000 രൂപയുടെ ക്രെഡിറ്റർ എന്ന് പറയുന്നത് എച്ച് ലിമിറ്റഡ് ആണ്. അപ്പോൾ 20,000 രൂപ എന്താണ്, കോമൺ ട്രാൻസാക്ഷൻ ആണ്. ആ 20,000 രൂപ എന്ത് ചെയ്തു, ലെസ് ചെയ്തു. ബാക്കി ഇനി എത്രയാ, 1,00,000 ഉള്ളൂ. സോ ലയബിലിറ്റി സൈഡ് ടോട്ടൽ ചെയ്യുക. ഇനി അസറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ തന്നെ ടാൻജിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ, ഇവിടെ കാണിച്ചിട്ടുള്ള ഫിക്സഡ് അസറ്റ് അല്ലേ. ഫിക്സഡ് അസറ്റ് ആണ്. എച്ച് ലിമിറ്റഡിന്റെ എസ് ലിമിറ്റഡിന്റെയും കൂടെ ആഡ് ചെയ്യുക, വേറൊന്നുമില്ല. ഇൻടാൻജിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുഡ് വില്ല് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 72,000 നമ്മൾ വർക്കിംഗ് നോട്ടിലും കാണിച്ചു, ദെൻ നോട്ടും കാണിച്ചു. ഗുഡ് വിൽ ഓൺ കൺസോളിഡേഷൻ 72,000. ദെൻ കറന്റ് അസറ്റ്സ് വരുമ്പോൾ ഇൻവെന്ററീസിനകത്ത് നമുക്ക് ഇൻവെന്ററീസ് അല്ലെങ്കിൽ സ്റ്റോക്കിനകത്ത് നമുക്കൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. കാരണം എന്താണ്, നമുക്ക് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ട്. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ അൺറിയലൈസ്ഡ് പ്രോഫിറ്റിന്റെ പോർഷൻ നമ്മൾ ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്കിനകത്ത് നിന്ന് ലെസ് ചെയ്യണം. അപ്പം നോക്കിക്കേ, സ്റ്റോക്ക് എച്ച് ലിമിറ്റഡിന്റെയും എസ് ലിമിറ്റഡിന്റെയും കൂടെ സ്റ്റോക്ക് ആഡ് ചെയ്തു 1,30,000. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പഠിച്ചു എന്താണ്, ഈ പറയുന്ന ആ അൺറിയലൈസ്ഡ് പ്രോഫിറ്റിന്റെ പോർഷൻ, അതായത് മൊത്തം 2,000 രൂപയുടെ പ്രോഫിറ്റ് പകുതിയാണ് വീണ്ടും സ്റ്റോക്ക് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ പകുതി 2,000 രൂപയുടെ പ്രോഫിറ്റ്, 2,000ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1,000 രൂപ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അപ്പോൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ 2 ട്രീറ്റ്മെന്റ് നമ്മൾ പഠിച്ചു. ഒന്ന് സ്റ്റോക്കിനകത്ത് നിന്ന് ലെസ് ചെയ്യണം, മറ്റൊന്ന് എന്താണ്, നമ്മൾ റവന്യൂ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നിന്ന് ലെസ് ചെയ്യണം. സോ ഇൻവെന്ററീസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ ട്രേഡ് റിസീവബിളിലേക്ക് പോകുമ്പം ട്രേഡ് റിസീവബിൾ എച്ച് ലിമിറ്റഡിൽ 60,000, എസ് ലിമിറ്റഡിൽ 30,000, മൊത്തം എത്രയാ, 90,000. അപ്പം ഇവിടെ എന്താണ്, ഒരു കോമൺ ട്രാൻസാക്ഷൻ ഉണ്ട് അല്ലെ, ഡെബിറ്ററും ക്രെഡിറ്ററും. ആ ഒരു ട്രേഡ് പേയബിളിലും ട്രേഡ് റിസീവബിളിലും ഒരു കോമൺ ട്രാൻസാക്ഷൻ ഉണ്ട്. ആ 20,000 നമ്മൾ ലെസ് ചെയ്തു, എത്രയാണ്, 70,000. ദെൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് രണ്ടും കൂടെ ആഡ് ചെയ്യുക. സോ ഈ ഒരു പ്രോബ്ലം നന്നായിട്ടൊന്ന് ക്വസ്റ്റ്യൻ ആദ്യമേ നന്നായിട്ട് വായിക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റും കറക്റ്റായിട്ട് മനസ്സിലാക്കുക, പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് ഡൗട്ട് വന്നാലും ഈ ഒരു പോർഷൻ അല്ലേ, ക്യാപിറ്റൽ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലോസ് ആണ് ഇവിടെ, ക്യാപിറ്റൽ ലോസ് കമ്പ്യൂട്ട് ചെയ്യുന്ന പോർഷൻ. അതുപോലെ തന്നെ ഇവിടെ കൂടുതലും കോമൺ ട്രാൻസാക്ഷൻ എലിമിനേറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അത് നോക്കണം, അവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ദെൻ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തത്. സോ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ഒരു പ്രോബ്ലം ചെയ്ത് പഠിക്കുക, നോട്ട്ബുക്കിലേക്ക് ചെയ്യണം. താങ്ക് യു.